പ്രകൃതിയോട് വേറിട്ട് ജീവിക്കുന്നതിൽ നിന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് ബോധ്യമുണ്ടോ? ഇതാണ് ഇന്നത്തെ വിഷയം. പ്രകൃത്യാത്മീയതയെ നമുക്ക് പരിചയപ്പെടാം. Eco-spirituality is living in conscious harmony with nature and all life. ഈ തലക്കെട്ടിൽ, അതായത് പ്രകൃത്യാത്മീയത എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഇതാണ്. എന്താണ് പ്രകൃത്യാത്മീയത? മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രകൃതിയോട് സമന്വയത്തോടെ ജീവിക്കുന്നത് എങ്ങനെ? സ്വയം കേന്ദ്രിതത്തിൽ നിന്ന് ജീവിത കേന്ദ്രത്വത്തിലേക്ക് എങ്ങനെ മാറാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഈ ആത്മത്തിൽ നിന്നും ആത്മീയത എന്ന വിഷയത്തിലേക്ക് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നെത്തി. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഗുണങ്ങൾ, മൂല്യങ്ങൾ ഇവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ആത്മാവസ്ഥയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ മനസാക്ഷി പറയുന്നതിനനുസരിച്ച് ഏറ്റവും ശരിയായിട്ടുള്ളത് ജീവിതത്തിലൂടെ പോവുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു വ്യക്തിയിലെ ബോധവും ധാർമ്മികതയൊക്കെ ഒരുമിക്കുന്ന ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ അവിടെ ആത്മീയമാണെന്ന് പറയാമെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ആത്മീയതയുടെ ഗുണങ്ങൾ ആയിട്ട് ചിലതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വ്യക്തിയിലാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ഒരു പാരിസ്ഥിതിക ജീവിതത്തിൽ, പ്രാകൃതിക ജീവിതത്തിൽ എന്താണ് എന്നുള്ളതാണ് ഇക്കോ സ്പിരിച്വാലിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ അകത്തുണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മളും പ്രകൃതിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ബന്ധത്തിന്റെ ഭാഗമായി എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ വേണമെന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രകൃത്യാത്മീയത എന്നുള്ള വിഷയത്തിൽ സംസാരിക്കുന്നത്. ഈ പ്രകൃത്യാത്മീയത എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകൃതിയോട് ബോധപൂർവമുള്ള ഒരു സമന്വയം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു ജീവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും. ഞാൻ എന്നതുപോലെ മറ്റൊരു എൻറ്റിറ്റിയാണ് പ്രകൃതി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അത് നമുക്ക് നമ്മുടെ സ്ഥാനം, നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഈ ബോധപൂർവമായിട്ട് പ്രകൃതിയായിട്ട് സമന്വയിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രകൃതിയോട് ഇഷ്ടം വേണം, ആ കാണുന്ന പ്രകൃതിയോടൊരു ഇഷ്ടം. അങ്ങനെയുള്ള കുറെ പേരാണ് പ്രകൃതി സ്നേഹികളായിട്ട് മാറുന്നത്. പക്ഷെ അവിടം കൊണ്ടത് തീരുന്നു. അത് ഞാനും പ്രകൃതിയും എന്നുള്ള രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള പരസ്പരമുള്ള ഇഷ്ടം മാത്രമാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ സയൻസ് ഒക്കെ പഠിച്ചു വരുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വേറിട്ടാതെ നിൽക്കാൻ കഴിയുന്ന പരസ്പരം ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്റർ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് വിടുന്നു, പ്രകൃതി നമുക്ക് ഓക്സിജൻ തരുന്നു. നമ്മൾ വിസർജ്യങ്ങൾ വെളിയിലേക്ക് കൊടുക്കുന്നു, പ്രകൃതി നമുക്ക് ഭക്ഷണം തരുന്നു. ഈ രീതിയിലുള്ള ഒരു കണക്ഷനെ കുറിച്ചാണ് നമുക്കറിയാം. നമ്മൾ പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അകത്തെ ഒരു ഭാഗമാണ്, അകത്തെ ഒരു ഘടകമാണ്. നമ്മളും കൂടെ ചേർന്നതാണ് പ്രകൃതി. പ്രകൃതി എന്ന് പറയുന്നത് മറ്റൊരു എൻറ്റിറ്റി അല്ല, നാം തന്നെയാണ്, നമ്മുടെ ലാർജർ ഫോം ആണ് എന്ന കാര്യം നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രകൃതി എന്ന് പറയുന്ന മഹാസംവിധാനത്തിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുപോലും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഒരു പ്രശ്നമായിട്ടുണ്ട്. കാരണം ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആനപ്പുറത്തിരുന്നിട്ട് ആനയെ നിയന്ത്രിക്കുന്നത് പോലെ പ്രകൃതിപ്പുറത്തിരുന്ന് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു രീതി നമ്മളിലുണ്ട്. ആ ധാർഷ്ട്യത്തിൽ നിന്ന് തന്നെയാണ് പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല, പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഈ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ ഇടയ്ക്ക് കൈയൊന്ന് വിടും, അപ്പൊ നമ്മൾ താഴെ പോകും.
ഇതാണ് നമുക്കുണ്ടാവുന്ന പ്രശ്നം. അല്ലാതെ നമ്മൾ പ്രകൃതിയിൽ നിന്നും വേറിട്ടൊരു സാധനമോ പ്രകൃതിയെ വേറൊരു എൻറ്റിറ്റി ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് പ്രകൃതി ആത്മീയത ആദ്യമേ സൂചിപ്പിക്കുന്നത്, ആദ്യം തന്നെ ബോധ്യമാക്കുന്നത്. നമ്മുടെ ജീവനും പ്രകൃതിയുടെ ജീവന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ജീവൻ. പ്രകൃതിയുടെ ശരീരത്തിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ ശരീരം. പ്രകൃതിയുടെ സ്പേസിന്റെ അകത്തെ ഒരു ചെറിയ സ്പേസ് ആണ് നമ്മുടേത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പ്രകൃതിയിൽ നിന്നും വേറിട്ട വിഭജിതമായ ഒരു ഘടകമല്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെയാണ് ഈ പ്രകൃത്യാത്മീയതയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അത് സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ പൊസിഷനിങ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സിസ്റ്റംസ് ലോ അനുസരിച്ച് നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറയുന്നൊരു ക്രമമുണ്ട്. കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഒരു ക്രമമുണ്ടല്ലോ. ആ ക്രമത്തിനകത്ത്, ഭൗമ സംവിധാനത്തിന്റെ അകത്ത്, ജീവരാശിക്കകത്ത്, മനുഷ്യരാശിക്കകത്തുള്ളതാണ് മനുഷ്യൻ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി കഴിയുമ്പോൾ, നമുക്കകത്താണ് നമ്മുടെ അവയവങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ക്രമത്തിന്റെ തടവിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിന്റെ ഇടയിലൊരു ഭാഗത്തു മാത്രമാണ് നിൽക്കുന്നത് എന്നത് നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക. നമുക്കിത് വേറിട്ട് നിൽക്കാൻ കഴിയുന്നത് ഇപ്പം മനുഷ്യന്റെ യുക്തി കൊണ്ട് ഇതിൽ നിന്നെല്ലാം വിച്ഛേദിതമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഒരു കുടുക്ക ഉണ്ടെന്നിരിക്കട്ടെ, ആ കുടുക്കകത്ത് കുറച്ച് പണമോ അല്ലെങ്കിൽ കുറച്ച് ഗോലികളോ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു കുടുക്കകത്ത് കുറച്ച് ഗോലികൾ അല്ലെങ്കിൽ ഗോട്ടികൾ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് സ്വാഭാവികമായിട്ടും കുടുക്കയിലെ ആ കുട്ടികൾ കുടുക്കയുമായിട്ട് ബന്ധത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുക്കയ്ക്ക് ഉണ്ടാവുന്ന ആട്ടമൊക്കെ ഈ ഗോട്ടികളെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ അത് അവിടെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിന്റെ അകത്ത് നിൽക്കുമ്പോഴും ഇതുമായിട്ട് വേറിട്ട് നിൽക്കുന്ന, അതുമായിട്ട് കുടുക്കയുമായിട്ട് ബന്ധമില്ലാതെ അത് വേറിട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു അവസ്ഥ അതിന് വന്നു എന്നിരിക്കട്ടെ. അഹങ്കാരം കൊണ്ട് അങ്ങനെ വന്നു എന്നിരിക്കട്ടെ. കുടുക്കയുടെ ചലനങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കില്ല. കുടുക്കയെ ആശ്രയിക്കാതെ ഇതിന് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അത് പിന്നീടുള്ള ചോദ്യമാണ്. ഈ അഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഞാൻ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് കുടുക്കയുടെ ചലനം ഇതിനെ ബാധിക്കില്ല. നല്ലത്. കുടുക്കയിൽ നിന്നാണ് ഊർജം സ്വീകരിക്കുന്നത്, കുടുക്കയിൽ നിന്നാണ് ചലനത്തെ സ്വീകരിക്കുന്നത്, കുടുക്കയിൽ നിന്നാണ് ദ്രവ്യങ്ങളെ സ്വീകരിക്കുന്നത്. എല്ലാം കുടുക്കയിൽ നിന്നാണ് സ്വീകരിക്കുന്നത് ഈ ഗോട്ടി. പക്ഷെ ആ ഗോട്ടിക്ക് കുടുക്കയുമായി ബന്ധമില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നു, അഹങ്കാരം കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ അത് വറ്റി വരണ്ടൊന്നും ഇല്ലാതായിത്തീരും. കാരണം കുടുക്കയിൽ നിന്നും കിട്ടേണ്ടതൊന്നും കിട്ടാതെ വരുന്നത്. ഇത് തന്നെയാണ് മനുഷ്യരാശി അഹങ്കാരം കൊണ്ടുണ്ടാക്കി വെക്കുന്നത്, അവന്റെ ധാർഷ്ട്യം കൊണ്ടുണ്ടാക്കി വെക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അകറ്റാനാകാത്ത അവിഭാജ്യമായ ഒരു ഘടകമാണ്, അവിഭാജ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് നമുക്ക് പ്രകൃതിയുമായിട്ടുള്ളത്. അവിടെ പ്രകൃതിയിലെ മറ്റ് ഘടകങ്ങളുമായി പരസ്പരാശ്രിതമായിട്ടൊരു നിലനിൽപ്പാണ് നമുക്കുള്ളത്. പ്രകൃതിയുടെ ഭാഗം മാത്രമായിട്ടാണ് മനുഷ്യൻ നിൽക്കുന്നത്, അല്ലാണ്ട് സ്വതന്ത്രമായിട്ടൊരു നിമിഷം പോലും അത് നിൽക്കാൻ കഴിയില്ല. ബുദ്ധി കൊണ്ട്, ആകാരം കൊണ്ട് അവനങ്ങനെ, ആ ധാർഷ്ട്യം കൊണ്ട് അവനെ വേറിട്ടതാണ് എന്ന് ചിന്തിക്കാനാവും, വേറിട്ടതാണെന്ന് കരുതാനാവും, അല്ലെ അങ്ങനെയുള്ള ഭ്രമത്തിൽ ജീവിച്ചു പോകാനാവും. അങ്ങനെ ആ വേർപിരിയൽ എന്നുള്ളത് ഒരു ധാരണ മാത്രമാണ്, അത് യാഥാർത്ഥ്യമല്ല, ഒരിക്കലും അത് സാധ്യവുമല്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാങ്കേതിക ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും, ഒരു നിമിഷമെങ്കിലും ശ്വാസമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു നിമിഷം, ഒരു ദിവസം എങ്കിലും വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു മാസമെങ്കിലും നമുക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടത്, നമ്മൾ ഒരു നിമിഷമെങ്കിലും നിലനിൽക്കണമെങ്കിൽ നമ്മളെ താങ്ങുന്ന ഒരു അടിത്തട്ട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്, നിലപാട് തറ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ നിമിഷവും നമ്മൾ അതിനെ ആശ്രയിച്ച് അതിനകത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ ധാരണ നമ്മൾ അതിൽ നിന്ന് വേറിട്ടതാണെന്നുള്ളതാണ്. ഈ ഒരു ധാരണ മാറ്റാൻ നമുക്ക് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ബോധ്യം എന്ന് പറയുന്നത് പ്രകൃതിയോട് സമന്വയത്വത്തിൽ എങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള അറിവാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആധിപത്യമല്ല വേണ്ടത്, ഈ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ മുകളിൽ ആധിപത്യമല്ല വേണ്ടത്, അതുമായിട്ടുള്ള പങ്കാളിത്തമാണ്. പ്രകൃതിയെ നിയന്ത്രിക്കാൻ നിൽക്കുകയല്ല, അതിനോട് വിധേയപ്പെടുകയാണ്, അതിനോട് സഹവർത്തിക്കുകയാണ് വേണ്ടത്. ഇതിനെല്ലാം ഇങ്ങനെ വിധാനിച്ചു വെച്ചിട്ടുള്ള ഒരു ജീവന്റെ നിയമമില്ലേ, ജീവന്റെ ഒരു ക്രമമില്ലേ, ആ ജീവനെ മാനിക്കുക, നമ്മുടെ ശരീരത്തിന് അകത്തും പുറത്തുമുള്ള ജീവനെ മാനിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ ജീവനെ മാനിക്കുന്ന സമയത്ത് എന്റെ ചുറ്റുമുള്ള സഹജീവികളുടെ ജീവനെയും എനിക്ക് മാനിക്കാൻ കഴിയും, അവയോട് എനിക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കാൻ കഴിയും. അങ്ങനെ നിൽക്കുമ്പോൾ അവയുമായിട്ടുള്ള ആ ഇടപെടലിന്റെ ആൽഗരിതങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന സമയത്താണ് നമുക്ക് സുസ്ഥിരമാകാൻ കഴിയുക, സുസ്ഥിരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക.
അപ്പോൾ പ്രകൃതിയെ ഇളക്കാത്ത രീതിയിൽ, പ്രകൃതിയിൽ ഇളക്കം കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് കാര്യം. പ്രകൃതിയുടെ ക്രമത്തോട് ചേർന്ന് ജീവിക്കുക. പ്രകൃതിക്ക് ഒരു താളക്രമമുണ്ടല്ലോ, ആ ക്രമത്തോട് ചേർന്ന് ജീവിക്കുക. നമ്മുടെ കയ്യിലുള്ള ചെറിയ യന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ബയോക്ലോക്കിന് വരെ മാറ്റി, നമ്മുടെ അവ നമുക്ക് തരുന്ന പ്രേരണകൾ കൊണ്ട് നമ്മൾ എന്താ പറയുക, കൺസ്യൂമറിസത്തിന്റെ അകത്തൂടെയൊക്കെ മൊത്തം വഴിമാറി ജീവിക്കുന്നതിന് പകരം പ്രകൃതിയുടെ ക്രമത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇതിന് കരണീയം. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ കേന്ദ്രമായിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഞാനാണ്, എന്റെ ഈഗോ ആണ്, എന്റെ ധാർഷ്ട്യമാണ് ഇതിനെല്ലാം കാരണം, ഞാനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നതിനു പകരം ജീവൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ അകത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ജൈവ സംവിധാനം ഉണ്ടാക്കി വെച്ചതാണ് പ്രകൃതിയെ. ജൈവ സംവിധാനം ആ പ്രകൃതിയുടെ നിർദ്ധാരണത്തിനായി ഉണ്ടാക്കി വെച്ച ഒട്ടേറെ ഘടകങ്ങളിൽ ഒന്നാണ് ഞാൻ. ആ ജീവന്റെ ഭാഗമാണ്. അപ്പോൾ ഞാനാണ് കേന്ദ്രം എന്നതിൽ നിന്നും ജീവനാണ് കേന്ദ്രം, ജീവന്റെ പ്രതിഭാസമാണ് കേന്ദ്രം എന്ന രീതിയിലേക്ക് ഈ മൊത്തം പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ജീവകേന്ദ്രീകൃതമാണ്, പ്രകൃതി കേന്ദ്രീകൃതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അത് സമ്മതിക്കുക, ബോധ്യപ്പെടുക, അതിനുശേഷം സമ്മതിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ഇപ്പോഴത്തെ ആവശ്യം, ഈ നമ്മളെ കുടിക്കകത്ത ഗോട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ, എന്റെ ഇപ്പോഴത്തെ ആവശ്യം നിർവഹിക്കുന്നു, ഞാനാണ് സത്യം, ഞാനാണ്, എന്റെ ഇഷ്ടമാണ് കാര്യം, എന്റെ സൗകര്യങ്ങളാണ് പ്രാധാന്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് പകരം ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ എന്റെ ജീവൻ എന്തെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വായുവുമായിട്ടോ ഭക്ഷണവുമായിട്ടോ മറ്റു ഘടകങ്ങളുമായിട്ടോ മറ്റ് ജൈവ പ്രതിഭാസങ്ങളുമായിട്ടോ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ സമഗ്രതയെ ബോധ്യപ്പെടുക, ആ സമഗ്ര ജീവിതത്തെ കാണുക. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ മാത്രം കണ്ടറിഞ്ഞ് ജീവിക്കുന്നതിന് പകരം സമഗ്രമായ ആ ബാന്ധവത്തെ, ആ ജാലികയെ നമ്മൾ മനസ്സിലാക്കുക. അതിന് സിസ്റ്റംസ് ലോ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അവിടെ എല്ലായിടത്തും ജീവന്റെ വിധാനങ്ങളാണ് എല്ലായിടത്തും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ജീവന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ശരീരത്തിനകത്ത് മാത്രമല്ല പുറത്തും. ഞാൻ മറ്റൊരു ജീവിയെ കാണുന്നതിന്റെ ഇടയിലുള്ള ഭാഗം മുഴുവൻ മൃതമാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം എല്ലായിടത്തും ജീവന്റെ മൂല്യമുണ്ടെന്ന് തിരിച്ചറിയുക. സമഗ്രതയോടെ, ഉത്തരവാദിത്തത്തോടെ നമ്മൾ ജീവിക്കുക. ആ ഉത്തരവാദിത്ത ബോധം നമ്മുടെ ഉള്ളിൽ വളർത്തുക, നമ്മുടെ കൂടെയുള്ളവരിൽ വളർത്തുക. മനസ്സിലാക്കേണ്ടത് മനുഷ്യനും പ്രകൃതിയും വേർതിരിയാത്ത ഒന്നാണ്. ആ വേർതിരിയാത്ത ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ പ്രകൃതിയെ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന മഹാഗർഭമാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെ മാതാവായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കതിനോട് ആദരവ് തോന്നും. അതിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ചേർന്നിരിക്കാൻ കഴിയും, അതിനോട് വിയോജിക്കാതിരിക്കാൻ കഴിയും. വിയോജിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്പം ഭയപ്പാടോടുകൂടി അതിനകത്ത് ഒതുങ്ങി നിൽക്കാൻ കഴിയും. ഈ ഒതുങ്ങി നിൽപ്പിന്റെ തിരിച്ചറിവുണ്ടല്ലോ, അപ്പോഴുണ്ടാവുന്ന മൂല്യമുണ്ടല്ലോ, ഇതാണ് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയുമായി സമന്വയിക്കാൻ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിന്റെ വഴക്കമില്ലേ, നമ്മുടെ മനസ്സിന്റെ വഴക്കമില്ലേ, നമ്മുടെ ഈഗോയുടെ വഴക്കമില്ലേ, ആ സമന്വയമാണ് ഈ ഒരു സമതുലിതത്വത്തിന്റെ, നമ്മുടെ ഇക്കോളജിക്കൽ ബാലൻസിന്റെ, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ആ ബാലൻസിന്റെ, അതിനകത്ത് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃത്യാത്മീയത എന്ന് പറയുന്നത് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആദ്യം ബോധമുണ്ടാവണം, പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, പിന്നെ അതിനോട് സഹവർത്തിത്വം ഉണ്ടാവണം. ആദ്യം ആ കോൺഷ്യസ്നെസ് തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, പിന്നെ നമ്മൾ അതിനോട് സഹവർത്തിത്വത്തിലൂടെ കടന്നു പോകണം. ഈ ഒരവസ്ഥയിൽ നമ്മൾ പ്രകൃത്യാത്മീയത എന്നുള്ള വിപുലമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിച്ചില്ല. നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ മൂല്യങ്ങൾ എന്നുള്ളത് പ്രകൃതിയുമായി ഇടപെടുന്ന സമയത്ത് പ്രകൃതി എന്ന ആ ഏകകത്തെ, പ്രകൃതിയുടെ ജീവൻ എന്നുള്ള ആ മഹാസത്യത്തെ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിലായിരിക്കുമ്പോഴാണ് പ്രകൃത്യാത്മീയത ആക്റ്റീവ് ആവുക. പ്രകൃത്യാത്മീയത എന്നുള്ളത്, ഈ ആത്മീയത എന്നുള്ളത് നിലനിൽപ്പിന്റെ ആൽഗരിതമായിട്ട് മാറുന്ന ഒരു തലമാണ്. നിലനിൽപ്പിന് ആത്മീയമായ ഒരു ബാന്ധവം നമ്മളും പ്രകൃതി തമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രകൃതിക്കകത്താണ് നമ്മൾ, പ്രകൃതിയാണ് നമ്മൾ എന്നുള്ള സമ്മതമാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ വേർതിരിഞ്ഞ ജീവിതം അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കുക. പ്രകൃതിയോടുള്ള ചേർന്നുള്ള ജീവിതമാണ് സമാധാനവും സമത്വവും നമുക്ക് തരുന്നത് മനസ്സിലാക്കുക. ഇതിൽ നമുക്കുണ്ടായ ആത്മീയ ബന്ധത്തെ, ആത്മീയ ബോധ്യത്തെ
അതിന്റെ വിപുലമായ അർത്ഥത്തിൽ, അതിന്റെ ജൈവമായ അർത്ഥത്തിൽ, അതിന്റെ സമഗ്രമായ അർത്ഥത്തിൽ കാണുന്ന ഇടത്താണ് പ്രകൃത്യാത്മീയത ആക്റ്റീവ് ആകുന്നത്. നിങ്ങൾക്ക് പ്രകൃത്യാത്മീയ ബോധം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുക. പ്രകൃതി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ എത്രത്തോളം വിപുലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉൾക്കൊള്ളുക. ഈ പരിശോധനയുമായിട്ട് തുടർന്നുള്ള പാഠങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.